ജ്വല്ലറി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനൊരു സുഖക്കുറവ് തുടങ്ങിയിട്ടോ, എന്തെന്നറിയില്ല. ഇനിയിപ്പോൾ അവിടെ പോയി എന്ത് കണ്ടാലും അതെല്ലാം വേണം എന്ന് പറയുന്നൊരു പേടിയായിരിക്കും ഒരു പക്ഷെ. പിന്നെ നമ്മൾ ആലില കൃഷ്ണൻ്റെ ലോക്കറ്റും താലിയും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ ആലില കൃഷ്ണനും ന്യൂ താലി ഉണ്ടോ, ഏതേലും ഒന്ന് സെലക്ട് ചെയ്ത് ചുമ്മാ നോക്കിയിരുന്ന് സമയം കളയാതെ എന്നൊക്കെ ഏട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്നാലും എനിക്കിങ്ങനെ ചുമ്മാ നോക്കി ഒന്നും എടുത്തില്ലെങ്കിലും ചുമ്മാ രസമല്ലേ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കാനൊരു രസമല്ലേ. ജ്വല്ലറി മാത്രമല്ല, ഡ്രസ്സ് എടുക്കാൻ പോയാലും ഞാനിങ്ങനെ നോക്കി സമയം കളയാറുണ്ട്. അങ്ങനെ വലിയ താലി മാറ്റി കുഞ്ഞതെടുത്തു കേട്ടോ. നമ്മൾ ജ്വല്ലറിയിൽ നേരെ നമ്മൾ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയത്. ഇതേ കണ്ടില്ലേ, താലി പൂജിക്കാൻ പോയതാണ്. താലി മാത്രമല്ല, താലിയും ആലില കണ്ണനും ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ അമ്പലത്തിൽ പോകാൻ കാരണം ഇതിപ്പോൾ എല്ലാവർക്കും വിശ്വാസം വരണമെന്നില്ല, പക്ഷെ എനിക്ക് ഇത്തിരി വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ നമ്മൾ കല്യാണ ദിവസം ഇട്ട താലി ഈ വർഷത്തിനിടയ്ക്ക് ഞാനത് മാറ്റിയിട്ടില്ല. ഇപ്പം ചെറിയ പ്രശ്നം വന്നപ്പോൾ മാറ്റേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നാട്ടിലുള്ള കാരണം അച്ഛനമ്മയ്ക്കും പിന്നെ അറിയാലോ, എന്തായാലും അച്ഛനൊക്കെ ഭയങ്കര വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അമ്പലത്തിൽ പോയി പൂജിച്ചിട്ട് ഇട്ടാൽ മതി, അല്ലാതെ ഇടരുത്, ഭയങ്കരമായിരുന്നു. അപ്പോൾ ശരി, പിന്നെ എനിക്കും ഇച്ചിരി വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു താലി ഇടുമ്പോൾ ഒന്ന് പൂജിച്ച്, കാരണം നമ്മൾ ഈ കാലത്തിനിടയ്ക്ക് അത് മാറ്റിയിട്ടില്ല. അന്ന് കെട്ടിയ താലിനാണ്, പഴയ മോഡലാണ് കേട്ടോ, വലിയ ടൈപ്പായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇന്ന് താലി ഇട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം ഇല്ലേ സുരേട്ടനും തോന്നി. അങ്ങനെ പൂജിച്ച് കഴിഞ്ഞ് ഏട്ടൻ തന്നെയാണ് കേട്ടോ ഇട്ട് വന്നത്. കാരണം താലിക്കൊരു പവിത്രത ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെതായ രീതിക്ക് പോട്ടെന്ന് വിചാരിച്ചില്ലേ. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കുമോ ഇതിലൊക്കെ ഇപ്പം എന്തപ്പോൾ അന്ധവിശ്വാസം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. നമ്മൾക്ക് അതറിയണ്ട, ഓരോ ആൾക്കാർക്ക് ഓരോ വിശ്വാസമല്ല. അവരവരുടെ വിശ്വാസം പോലെ അവരൊരു ജീവിക്കുക, അത്രേ ഉള്ളൂ. രാത്രി 9 മണിയാവാനായി. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല വിശക്കുന്നുണ്ട്.